സത്യ എടാ സത്യ എഴുതിട്ട് വേണം ഇങ്ങോട്ട്. നീ എന്താ വാതിലടിച്ചിരിക്കുന്നത്? വാതിൽ തുറന്നോ, ഇല്ലെങ്കിൽ ചവിട്ടി പൊളിച്ച് തലമണ്ടൊക്കെ ചെറിഞ്ഞാനാ. അച്ഛാ ഇത് തന്നെയല്ലേ രാവിലെ തൊട്ട് ഞാൻ പറയണേ. ഇന്ന് ചായ കുടിക്കാൻ വന്നില്ല. ചായ കുടിക്കാൻ വന്ന് അതിന്റെ മുമ്പിൽ കുറച്ചേരം ഇരുന്നിട്ട് അതുപോലെ പോയി. എന്നാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ചായ. അച്ഛ അതല്ല, ഇതിപ്പോ എത്ര ദിവസമായി എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടൂല്ല. ഞാൻ അന്നേ പറഞ്ഞു വേണ്ടാത്ത ഏറാകുളത്തിൽ പോയി പോകണ്ടാന്ന്. ആ മോനെ വൈരമുത്തു, ഞാൻ ഇന്ന് അവിടെ ഇല്ല. നീയേ ആ തെക്കേക്കര ദേവസ്വംകാർ വരുമ്പോ ഒരു 500 ഗർഭം കലക്കി കൊടുത്തിട്ട് ഒരു 5 എണ്ണത്തിന്റെ ബില്ല് കൊടുത്താൽ മതി. കളക്ടറെ കാണിക്കാനാണ്. പിന്നെ കളക്ടർ വന്ന് എത്ര എണ്ണം കലങ്ങി നോക്കിയല്ലേ. ഞാൻ വിളിക്കാം കേട്ടാ. എന്താ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? വാതിൽ തുറക്കണില്ല. ഈ നിസാര കാര്യത്തിനാണ് ഇത്രയും തിരക്ക് പിടിച്ച് നടക്കണ എന്നെ വിളിച്ചു വരുത്തത്. രാഘവേട്ടാ, ഒരു കാർപ്പന്റർ ആരെങ്കിലും വിളിച്ച് കാണിച്ചാ പോരാർന്നത്. അതല്ല, സത്യയുടെ വാതിൽ തുറക്കണില്ലെന്ന്. ഇവരിത് എന്തിന്റെ കേടാണ്? എന്താ ഇപ്പൊ ഉണ്ടായത്? അതിന് ഉള്ള പൈസക്ക് പോയിട്ട് ആ വയനാട്ടില് സ്ഥലം മേടിച്ച് അത് പ്രളയത്തിൽ ഒലിച്ചു പോയല്ല. അത് കഴിഞ്ഞ് പിന്നെ ബസ്സിന്റെ കാര്യം അറിഞ്ഞില്ലേ? ബസ് വാങ്ങണ സമയത്ത് അവൻ എന്നോട് വിളിച്ച് ആലോചിച്ച്. ഞാൻ അന്നേ പറഞ്ഞാണ് അറിയാൻ പാടില്ലാത്ത കാര്യത്തിന് നിൽക്കണ്ട, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിന് നമ്മ പൊട്ടിപ്പോവും. വെറുതെ ഈർക്കിലി പടക്കത്തുമെന്ന് തുടങ്ങിയല്ലേ. ഞാൻ ഇന്ന് ആരാണ്? ഞാൻ കോടിപതിയാണ്. നമുക്ക് ഇതൊന്നും ഉണ്ടായിട്ടും സൗകര്യം ഉണ്ടായിട്ടും പറയണതല്ല. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിന് നമ്മൾ നിൽക്കരുത്. പറഞ്ഞ കേൾക്കണ്ടേ? എവിടെ മാറി? അന്ന് വിളിച്ചു നോക്കാം. വരാൻ പറ. സത്യ സത്യ എടാ, ഞാനാടാ പ്യാരിയാടാ. സത്യ കളിക്കല്ലേ, നീ ഇറങ്ങി വന്നേ. ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് ആകെ. എടാ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാന്ന്. നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് കോടിപതി പാരിജാതന പറയണ. എന്തുണ്ടെങ്കിലും നമുക്ക് പ്രശ്നം തീർക്കാം. നീ വാതിൽ തുറക്ക്. നീ ക്ഷമനെ പരീക്ഷിക്കരുത് മനുഷ്യണ്ട. എടാ, 3 വരെ ഞാൻ എണ്ണും. അതിനു മുമ്പ് നീ വാതിൽ തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി ചവിട്ടി കൂടി ഞാൻ. സത്യ 1 വാതിൽ തുറന്നോ നീ. 2 2.5 2.60 2.70 സത്യ നീ തുറന്നോ. 2.80 3 തന്നെ പറയാന്ന്. ഇതിനൊരു ടൈമിംഗ് ഉണ്ട്. പടക്ക കമ്പനി നടത്തുന്നവന് തീ കൊടുക്കാൻ സമയം പഠിപ്പിക്കല്ലേ. 3 അത് ഞാനല്ല, നിന്റെ അച്ഛനാ പറഞ്ഞത്. 2.99 3 കളിക്കണം നീ. എന്തെടുക്കടാ അതിൻ്റെ അത്? സത്യ, ഒരു ബിസിനസ് ആകുമ്പോൾ പരാജയപ്പെടും. ചിലപ്പോൾ എന്നെ പോലെ കോടീശ്വരനാവും. അതൊക്കെ ഇതിലുള്ളതാണ്. അറിയാൻ പാടില്ലാത്ത കാര്യത്തിന് നമ്മൾ നിൽക്കരുത്. നീ ആ ബസ് എടുത്തപ്പോൾ തന്നെ ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞതല്ലേ, ആ പാമ്പ് ഗുളിക കമ്പനി തുടങ്ങ്, നിനക്കതിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന്. നീ കേട്ടില്ലല്ലോ. എന്ത് വന്നാലും നമുക്ക് നേരിടാം. എൻ്റെ അടുത്ത് ആവശ്യത്തിന് പൈസ ഉണ്ട്. എന്ത് വേണേലും നിന്നെ സഹായിക്കാം. നീ എന്താണെങ്കിലും എന്നോട് തുറന്ന് പറ. എനിക്കൊരു കാര്യം അറിയണം. ആ പറ. എന്നെ ചതിച്ചതാരാ? എന്താ വേട്ട, ആരാവനെ ചതിച്ചത്? ഓൻ പറയണ്ടേ ആരാ ചതിച്ചെന്ന്? എന്താ മണ്ടു കേൾക്കണ? എന്താ ഇത്? കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ അറ്റവും മൂലമില്ലാത്ത വർത്താനം. സത്യത്തില് പ്യാരിയെ, എന്നെ ചതിച്ചത് ആരാ? ദൈവമാണോ? അതോ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ആണോ? അതോ ദൈവം ഉണ്ടോ? ഈ ദൈവം ഇല്ലേ? അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടണ്ടേ? അതിനുള്ള ഉത്തരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടണം. രാഘവേട്ടാ, ചോദിക്കണോണ്ടൊന്നും വിചാരിക്കരുത്. രാഘവേട്ടന അല്ല നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും മാനസികമായിട്ട് വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല പേര് ആർക്കില്ല. ഉറപ്പാണോ? ഉറപ്പന്നെ. എന്തോ ഒരു കുഴപ്പം കാണിക്കുന്നുണ്ട്. ഇതെന്റെ സത്യനല്ല. സത്യ, നീ ചോദിച്ചതിൽ കാര്യമുണ്ട്. ഇല്ലേ, നിനക്ക് മനസ്സിലായില്ലേ? അതെ അതെ, അതാ ഞാൻ പറഞ്ഞോളൂ. അതിന് ഉത്തരം എനിക്ക് എന്തായാലും കിട്ടണേ. അത് തരാലോ. കമ്പനിയിൽ പറയാം. കമ്പനിയിൽ വൈരമുത്തുണ്ട്. വൈരമുത്ത്. നന്നായി. നോക്കൂല്ലേ കാര്യങ്ങളൊക്കെ?